ഹലോ ഗായ്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നാളെ ഒക്ടോബർ 1-ാം തീയതി. അപ്പോൾ നാളെ ഒക്ടോബർ 1-ാം തീയതി തൊട്ട് നമ്മളൊരു ചെറിയ പ്ലാനിങ്, ഒരു 90 days ചലഞ്ച്, അതായത് പ്രോപ്പറായിട്ട് ജിമ്മിൽ പോകുന്നു, പ്രോപ്പറായിട്ട് ഡയറ്റ് എടുക്കുന്നു. ഇതിൽ വേറെ കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ കൂട്ടുകാരൻ അക്ഷയുടെ കല്യാണം കൂടിയാണ് 6 മാസം കഴിഞ്ഞ്. സോ നമുക്ക് അവനെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇവിടത്തിൽ പേഴ്സണലി ഞാൻ സെറ്റാവും. അപ്പം ഇന്ന് വ്ളോഗിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഷോപ്പിംഗ്, ഇവിടെ അസ്ഡ തൊട്ടടുത്താണ്, 5 മിനിറ്റ് നടക്കാനില്ല. വ്ളോഗിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം അക്ഷയോട് പോയിട്ട് 90 days ചലഞ്ചിനെ പറ്റി പറയാം. ദെൻ നമുക്ക് ഇവിടെ പോകാം, അസ്ഡ പോകാം. ഓക്കെ ഗൈസ്, നമുക്ക് നോക്ക് ചെയ്യാം. എടാ സമയം എത്ര എടാ? ഇത്ര നേരമായിട്ട് നമുക്ക് കട്ടിലൊന്നും പൊങ്ങാറില്ല. എന്നെ കണ്ടുപിടിക്കും. രാവിലെ എണീറ്റ് കുളിച്ചില്ല. എന്നാലും എടാ, നാളെ തൊട്ട് നമ്മൾ 90 days ചലഞ്ച് എടുക്കാൻ പോവാം. ഓക്കെ, നിന്റെ കല്യാണമാണ്, മെലിയണം, സുന്ദരക്കുട്ടപ്പനാവണം, കൊടുത്ത് എനിക്കും ഹോസിന് മെലിയാം. ഓക്കെ, ഞാൻ തെറ്റിക്കത്തില്ല, നീ തെറ്റിക്കില്ലേ? ഓക്കെ, ഇല്ല ഇതുവരെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്, പക്ഷെ ഇനി തെറ്റിക്കത്തില്ല. പക്ഷെ ഞാൻ കണ്ടിന്യൂസ് 2 മാസം ജിമ്മിൽ പോയിട്ടുണ്ട് ഈ വർഷം. ഓക്കെ, ഡയറ്റ് ഇല്ലാന്നേ ഉള്ളൂ. നാളെ ഒരു ഡയറ്റ് പക്ക. ഓൾ സെറ്റ്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് അക്ഷയുടെ റൂം കാണാം. ഇത് എന്തോ നാടാ ഇത്? എനിക്കൊരു എങ്ങനെ ഇതെന്താണ് ഇത്? അയ്യേ ഗൈസ്, എന്റെ റൂം കണ്ടില്ലേ എന്ത് വൃത്തിയാണ്? എന്റെ റൂം നോക്കി, അയൺമാൻ ഫാനാണ് തോന്നുന്നു. ഇതാണ് ഇങ്ങനെ പുറത്തുനിന്നുള്ള വ്യൂ. നല്ല രസമുണ്ട് ഇവിടെ. അകത്തുനിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ. ആർക്കും ഒരു അബദ്ധമൊക്കെ പറ്റുള്ളൂ. ഞാൻ ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞങ്ങൾ അങ്ങനെ നാളെ തൊട്ട് പുതിയൊരു ശീലം തുടങ്ങുവാണ്. ഡയറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ മേടിക്കാനുള്ള പോക്കാണ്. പോകുന്ന വഴി നമ്മൾ വെതർ സ്പൂൺ കണ്ടു. അവിടെ എന്തൊക്കെയോ ഓഫേഴ്സ് ഒക്ടോബർ മന്തിലുണ്ട് കേട്ടോ. നമ്മൾ ഡയറ്റ് ആയതുകൊണ്ട് അധികം കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഞങ്ങൾ അസ്ഡയിലെത്തി. നമുക്ക് ഡയറ്റിന് ആവശ്യമായ അത്യാവശ്യം വേണ്ട ചിക്കൻ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതെല്ലാം ഞങ്ങൾ മേടിച്ചു കേട്ടോ. ഈ UK ലൈഫ് എനിക്ക് സമ്മാനിച്ചൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ജാനുവരി മാസത്തിൽ ഞാൻ നാട്ടിൽ പോയി വയ്യാണ്ട്. വേറെ ഒന്നുമല്ല, എക്സ്ട്രീം ലെവൽ ഗ്യാസ്ട്രിക് പ്രശ്നം. അതെന്തുകൊണ്ടാണ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ എണീക്കും, ശേഷം രാവിലെ ഫുഡ് കഴിക്കില്ല, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കില്ല, വന്നിട്ട് രാത്രിയിൽ ഒരുമിച്ച് കഴിക്കും. അങ്ങനെ ഒരു ശീലം ശരിയല്ല. ഇവിടെ UK എന്നല്ല, വിദേശത്തുള്ള പല സ്റ്റുഡൻസും കാണിക്കുന്ന ഒരു രീതിയാണിത്. അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല ഗൈസ്. എന്നെ പോലെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മളാരും നമ്മുടെ ഹെൽത്ത് വെച്ച് റിസ്ക് എടുക്കില്ല. നമുക്ക് ഹെൽത്ത് ഉണ്ടെങ്കിലേ വെൽത്ത് ഉണ്ടാകുള്ളൂ. ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പം താണ്ട് നമ്മളുടെ സാഹിൻ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അവനെ കണ്ടു. ഇന്നൊരു ചെറിയ വ്ളോഗായിരുന്നേ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ഡ്യൂട്ടി ഉണ്ട്, ഡ്യൂട്ടിക്ക് പോകണം. അപ്പം അടുത്ത വ്ളോഗിൽ കാണുന്നവരേക്കും ബൈ, സീ യു സൂൺ ഗൈസ്.